യോഗയിൽ മൈൻഡ് ക്യാൻ പെർസീവ് എനിത്തിങ് എന്നാണ് പറയാം. അതിനൊരു മനോഹരമായ സ്ഥലം കാണിച്ചു കൊടുത്താൽ അതിനെ മുഴുവനായിട്ടും അതിൻ്റെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും. വളരെ പീസ്ഫുൾ ആയിട്ടൊരു മ്യൂസിക് കൊടുത്താൽ അതിനെ മുഴുവനായിട്ടും ലിസൺ ചെയ്ത് ആ ഒരു പീസ്ഫുൾ ഇമോഷനും അത് ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യും. എന്ത് കൊടുത്താലും ഏതൊരു കാര്യം കൊടുത്താലും മനസ്സിന് യാതൊരു ജഡ്ജ്മെൻറ്റുകളും ഇല്ലാതെ അതിനെ ഉള്ളിലേക്ക് അബ്സോർബ് ചെയ്യാൻ മാത്രമേ അറിയുള്ളൂ. അതിന് യാതൊരു വേർതിരിവുമില്ല. അതേപോലെ വളരെ ദേഷ്യമായിട്ടുള്ള ഇമോഷൻസ്, വളരെ നെഗറ്റീവായിട്ടുള്ള ഇമോഷൻസ് ഉള്ള ഒരു സിറ്റുവേഷനിൽ നിങ്ങളെ കൊണ്ട് പ്ലേസ് ചെയ്താൽ അവിടുത്തെ എനർജിയും നിങ്ങൾ ആഗ്രഹിച്ചാലും ഇല്ലെങ്കിലും നിങ്ങളുടെ ഉള്ളിലേക്ക് മനസ്സ് അബ്സോർബ് ചെയ്യും. ഒരുപാട് ഫെയിലിയർ കൊണ്ടുവരുന്ന ആൾക്കാർക്ക് ചുറ്റും നിങ്ങൾ ഇരുന്നാലും നിങ്ങൾ എത്ര ശ്രമിച്ചാലും പിന്നെയും പിന്നെയും ഫെയിലിയർ മാത്രമേ കണ്ടുകൊണ്ടിരിക്കൂ. ഇത് മനസ്സ് പഠിക്കുന്ന ഒരു പാറ്റേൺ ആണ്, അതും നിങ്ങൾ പോലും അറിയാതെ. സോ ഇന്നത്തെ വീഡിയോയിൽ എങ്ങനെ നിങ്ങളറിയാതെ ക്രിയേറ്റ് ചെയ്ത ഈ ഒരു പാറ്റേൺ ബ്രേക്ക് ചെയ്യാം എന്നുള്ളത് നോക്കാം. അതേപോലെ ഈ ബ്രേക്കിംഗ് കഴിഞ്ഞ ശേഷം എങ്ങനെ എപ്പോഴും സക്സസ് നേടാൻ വേണ്ടി, അല്ലെങ്കിൽ എപ്പോഴും പോസിറ്റീവായിട്ടുള്ള മാനിഫെസ്റ്റേഷൻ മാത്രമല്ല ജീവിതത്തിൻ്റെ ഒരു ജനറൽ ക്വാളിറ്റി തന്നെ ഇൻക്രീസ് ചെയ്യാനുള്ള ഒരു പോസിറ്റീവ് എനർജി എങ്ങനെ യൂണിവേഴ്സിൽ നിന്നും കറക്റ്റായിട്ട് അബ്സോർബ് ചെയ്യാം എന്നുള്ളതും നോക്കാം. ലൈഫിൽ ഏതൊരു പുതിയ കാര്യം ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുൻപ് നിങ്ങളുടെ അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജികളെ ശുദ്ധീകരിച്ചിരിക്കണം. ഇതിനെയാണ് ക്ലീനിങ് അല്ലെങ്കിൽ ക്ലെൻസിങ്, പ്യൂരിഫിക്കേഷൻ എന്നൊക്കെ പറയാം. ഈ അൺവാണ്ടഡ് എനർജി അല്ലെങ്കിൽ പുതിയ എനർജി എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത്, ഇപ്പോൾ ഒരു ഡെയിലി നടക്കുന്നൊരു എക്സാമ്പിൾ പറയാം. ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് എപ്പോഴും നിങ്ങൾ കുളിച്ചിരിക്കണം എന്ന് പറയാറുണ്ട് അല്ലേ? രാവിലെ ആണെങ്കിൽ നിർബന്ധമായിട്ടും, എപ്പോഴാണെങ്കിലും ഒന്ന് ഭക്ഷണം കഴിക്കുന്നതിന് മുൻപ് നിങ്ങളുടെ ബോഡി ഒന്ന് ഫ്രഷ് ആയിരിക്കണമെന്ന് പണ്ട് മുതൽ പറയാറുണ്ട്. ഇത് ബോഡിക്ക് വേണ്ട ഹൈജീനിന് വേണ്ടി മാത്രം പറയുന്ന ഒരു ഹാബിറ്റ് അല്ല. അതായത് നിങ്ങളുടെ ശരീരത്തിൽ പുറത്തു പോയിട്ട് വരുമ്പോൾ എന്തെങ്കിലുമൊക്കെ പൊടികളോ ഡേർട്ടുകളോ വൈറസോ ബാക്ടീരിയയോ എന്തെങ്കിലും ഉണ്ടാവും. ഇതോടെ നിങ്ങൾ അവിടെ ഇരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ നിങ്ങളെ മാത്രമല്ല അവിടെ ഇരിക്കുന്ന മറ്റുള്ളവരെയും ബാധിക്കും എന്നുള്ള കോമൺ ലോജിക്ക് മാത്രമല്ല. നിങ്ങൾ പുറത്തു പോയിട്ട് വരുമ്പോൾ നമ്മൾ ആദ്യം പറഞ്ഞ പോലെ മൈൻഡ് ഒരുപാട് കാര്യങ്ങൾ അബ്സോർബ് ചെയ്തിട്ടുണ്ട്. ഇതിൽ അൺവാണ്ടഡ് എനർജീസ് ഉണ്ടാവും. ഒരാവശ്യമില്ലാതെ നിങ്ങളൊരു ക്രൗഡിലേക്ക് പോവുകയാണെങ്കിൽ ആ ക്രൗഡിൻ്റെ മുഴുവൻ എനർജിയും, അവരുടെ തോട്ട്സും അവരുടെ ഇമോഷൻസും അവരുടെ ഓറയുടെ പല സംഭവങ്ങളും നിങ്ങളിലേക്ക് എന്തായാലും വന്നിട്ടുണ്ടാവും. ഇത് ഹ്യൂമൻ നേച്ചറാണ്. അതിനെ ബാധിക്കാതെ ജീവിക്കുക എന്ന് പറഞ്ഞാൽ അത്രയും വർഷത്തെ ഒരു ഇൻറ്റൻസ് പ്രാണിക് എനർജി നിങ്ങൾക്ക് ഉണ്ടായിരിക്കണം. അല്ലെങ്കിൽ ഇറ്റ്സ് വെരി കോമൺ, നമ്മളൊരു ക്രൗഡിലേക്ക് പോയാൽ അവരുടെ എല്ലാ എനർജിയും നമ്മൾ അബ്സോർബ് ചെയ്യും. ഈ എനർജിയോടെ നിങ്ങൾ അവിടെ വന്നിരുന്ന് ഭക്ഷണം കഴിച്ചു കഴിഞ്ഞാൽ ആ ഭക്ഷണത്തിൻ്റെ എനർജി, അത് നേർച്ചറിങ് മീൻസ്, ഞാൻ അതിൻ്റെ ഒരു പോഷകം എന്ന് മാത്രം, പോഷകാഹാരം എന്നുള്ള കാര്യം മാത്രം പറയല്ല, ന്യൂട്രിയൻസ് എന്ന് മാത്രം പറയല്ല. ഭക്ഷണത്തിന് എനർജി ഉണ്ട് അല്ലേ? അതിനൊരു പ്രാണനുണ്ട്, അതിനൊരു ജീവനുണ്ട്. അതിനെ മുഴുവനായിട്ടും പോസിറ്റീവായിട്ടും നിങ്ങൾക്ക് സ്വീകരിക്കാൻ സാധിക്കില്ല. അതുപോലെ തന്നെയാണ് നിങ്ങൾ ഉറങ്ങാൻ കിടക്കുന്നതിന് മുൻപ് ഒന്ന് കുളിച്ചിരിക്കണം, അല്ലെങ്കിൽ ഇത്ര മണിക്കൂർ മുമ്പ് നിങ്ങളൊന്ന് കുളിച്ചിട്ടൊക്കെ പോയി കഴിഞ്ഞാൽ വളരെ ബെസ്റ്റ് ആയിരിക്കും എന്ന് പറയാനുള്ള റീസൺ ഇതേ തന്നെയാണ്. എന്തെങ്കിലും അൺവാണ്ടഡ് എനർജി മനസ്സ് റിസീവ് ചെയ്തിട്ടുണ്ടെങ്കിൽ, അബ്സോർബ് ചെയ്തിട്ടുണ്ടെങ്കിൽ അതിനെ മുഴുവൻ അവിടെ പ്യൂരിഫൈ ചെയ്യും. ഒന്ന് നിങ്ങൾ എക്സ്പെരിമെൻ്റ് ചെയ്ത് നോക്കുക. കുളിച്ചിട്ട് ഉറങ്ങാൻ പോവുക, അല്ലെങ്കിൽ കുളിക്കുന്നതിന് കുറച്ച് ഇത്ര ഒരു സ്പെസിഫിക് മണിക്കൂറിന് മുൻപ് നിങ്ങൾ കുളിക്കുക, അല്ലെങ്കിൽ ഒന്ന് ബോഡി ഫുള്ളൊന്ന് വെള്ളത്തോടെ ഫ്രഷ് ചെയ്യുക, എന്നിട്ട് കിടന്നുറങ്ങും. എത്ര പെട്ടെന്ന്, എത്ര സമാധാനത്തോടെ, യാതൊരു നൈറ്റ് മെയറോ സ്ട്രെസ്സോ ഒന്നുമില്ലാതെ സുഖമായിട്ട് നിങ്ങൾക്ക് ഉറങ്ങാൻ പറ്റും. ഇനി ഭക്ഷണം കുളിച്ചിട്ടൊന്ന് കഴിക്കുമ്പോൾ, ഒന്ന് ഫ്രഷ് ആയിട്ട് നിങ്ങൾ കഴിച്ചു കഴിഞ്ഞാൽ കുളിക്കാതെ കഴിക്കുന്നതിനേക്കാളും എത്രയോ ഒരു ഫ്രഷ്നെസ്സും ഒരു അലൈവ്നെസ്സും ഒരു ആ ഭക്ഷണത്തിന് എന്തോ ഒരു എനർജി ഉള്ള പോലെ നിങ്ങൾക്ക് അനുഭവിക്കാൻ സാധിക്കും. എല്ലാവർക്കുള്ള അനുഭവമാണ്, ഞാനൊന്ന് എടുത്തു പറഞ്ഞെന്ന് മാത്രം. ഇവിടെ സംഭവിക്കുന്നത് പെട്ടെന്ന് നിങ്ങളുടെ ഉറക്കത്തിന് ആഴം കൂടിയതോ ഭക്ഷണത്തിന് പവർ കൂടിയതോ അല്ല. നിങ്ങളിൽ നിന്നും അൺവാണ്ടഡ് ആയിട്ടുള്ള എനർജി റിമൂവ് ചെയ്തപ്പോൾ നിങ്ങൾക്കൊരു സ്പേസ് കിട്ടി, ഉള്ളിലൊരു റൂം കിട്ടി, ഒരു കുറച്ചുകൂടെ എക്സ്ട്രാ ആയിട്ടുള്ളൊരു വോയിഡ് സ്പേസ് അവിടെ അവൈലബിൾ ആണ്. ഇവിടെയാണ് നമ്മൾ ഒരു നല്ല ലൈറ്റായിട്ടുള്ള കാര്യങ്ങളെ, പോസിറ്റീവായിട്ടുള്ള കാര്യങ്ങളെ കൊടുക്കാൻ ശ്രമിക്കുന്നത്. ഓക്കെ, ഇതേത് തന്നെയാണ് നമ്മൾ ഇവിടെയും ഉപയോഗിക്കേണ്ടത്. യൂണിവേഴ്സിൽ നിന്നും പോസിറ്റീവായിട്ടോ അല്ലെങ്കിൽ ജീവിതത്തിന് ഒരു പുതിയ ഷിഫ്റ്റ് വേണം, പുതിയൊരു ബിഗിനിങ് വേണം എന്ന് പറഞ്ഞൊരു ഇൻവൈറ്റ് കൊടുക്കുന്നതിന് മുൻപ് നിങ്ങളെ ശുദ്ധീകരിച്ചിരിക്കണം. ശാരീരികമായി മീൻസ് ഫിസിക്കൽ അല്ല ഞാൻ ഉദ്ദേശിക്കുന്നത്, മൈൻഡ്, മനസ്സിലെ തോട്ടുകളെയും മനസ്സിലെ ഇമോഷൻസിനെയും പ്രത്യേകിച്ചും നിങ്ങളുടെ എനർജികളെയും ശുദ്ധീകരിച്ചിരിക്കണം.
എന്നിട്ട് മാത്രമേ പുതിയ എനർജികളെ ജീവിതത്തിലെ പുതിയ ഷിഫ്റ്റുകളെ ജീവിതത്തിലേക്ക് ഇൻവൈറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ഇത് വളരെ ഇമ്പോർട്ടൻ്റ് ആയ ഒരു കോൺസെപ്റ്റാണ്, നിങ്ങൾ ഒരിക്കലും തെറ്റിക്കരുത്. ഓക്കെ, ഇനി എങ്ങനെ ക്ലീൻ ചെയ്യണം എന്ന് പറയാം, ശ്രദ്ധിച്ച് കേൾക്കുക. ഇപ്പോൾ നമ്മൾ കുളിക്കുമ്പോൾ, വെള്ളം ഉപയോഗിച്ച് കുളിക്കുമ്പോൾ എന്താ സംഭവിക്കുന്നത്? ബോഡിയിൽ പറ്റിപ്പിടിച്ചിരിക്കുന്ന ഡേർട്ടുകൾ അല്ലേ, ബാക്ടീരിയ, വൈറസ് പോലുള്ള കാര്യങ്ങൾ നമ്മുടെ ബോഡിയിൽ നിന്ന് പുറത്തേക്ക് പോകുന്നു. ഇവിടെ ഒരു പ്രധാന പോയിന്റ് ഉണ്ട്, പുറത്തേക്ക് പോകണം. ഇറ്റ് ഷുഡ് ബി റിലീസ്ഡ്. നിങ്ങളിൽ നിന്നും അതിനെ പുറത്തേക്ക് കളയണം. അപ്പോൾ മനസ്സിനെ ശുദ്ധീകരിക്കുക, മനസ്സിനെ പ്യൂരിഫൈ ചെയ്യുക, അല്ലെങ്കിൽ മനസ്സിനെ ഈ പറഞ്ഞ രീതിയിൽ ക്ലെൻസ് ചെയ്യുക എന്നൊരു വാക്കിൻ്റെ അർത്ഥം നിങ്ങളുടെ ഓൾഡ് എനർജി, അതായത് നിങ്ങൾക്ക് പുതിയ എനർജി വേണമെന്ന് ആഗ്രഹിക്കുകയല്ലേ, അതിന് മുൻപ് വരെയുള്ള നിങ്ങളുടെ ഓൾഡ് ലൈഫ് പാറ്റേൺ, നിങ്ങളുടെ ഓൾഡ് ലൈഫ് സ്റ്റൈൽ, അത് മുഴുവനും നിങ്ങൾ ഉപേക്ഷിച്ചിരിക്കണം. എന്നേക്കുമായിട്ട് നിങ്ങൾ അതിനെ വേണ്ട എന്ന് വെച്ചിരിക്കണം. ദിസ് ഈസ് ദ സിമ്പിൾ ആൻഡ് ബെസ്റ്റ് തിങ് ടു ഡു. ഓക്കെ, അതായത് നിങ്ങളുടെ ഒപ്പം വൈബ്രേറ്റ് ചെയ്യാത്ത പഴയ ഫ്രണ്ട്സ്, കേൾക്കുമ്പോൾ ഡിഫിക്കൽട്ട് ആയിരിക്കും, പക്ഷെ നിങ്ങളുടെ ലൈഫാണ്, നിങ്ങൾക്ക് തീരുമാനിക്കാം. നിങ്ങളുടെ ഈക്വലായിട്ട് ആ ഒരു പോസിറ്റീവ് വൈബ്രേഷൻ ഒപ്പം നിൽക്കാത്ത ഫ്രണ്ട്സ് വേണ്ടാന്ന് വെക്കുക. ഒരുപാട് കാലമായിട്ട് നിങ്ങൾ മെമ്മറി പോലെ സൂക്ഷിച്ചിരിക്കുന്ന പിക്ചേഴ്സ് ഉണ്ടാവും, സൂക്ഷിച്ചിരിക്കുന്ന പലരും ഗിഫ്റ്റ് ചെയ്ത ഒബ്ജക്ട്സ് ഉണ്ടാവും. നിങ്ങളൊന്ന് ഓർക്കുക, ഓരോ മെമ്മറിയിലും ഓൾഡിൻ്റെ എനർജി ഉണ്ട്. നിങ്ങൾക്ക് ആ മെമ്മറി സ്വീറ്റ് ആയിട്ടുള്ള ഇമോഷൻസ് ആണ് തരുന്നതെന്നുണ്ടെങ്കിൽ നിങ്ങളെ ഇമേജസ് മുഴുവൻ ഡിലീറ്റ് ചെയ്തിരിക്കണം. ഒരാവശ്യമില്ലാതെ പണ്ടത്തെ ഇമേജസ് നിങ്ങളുടെ ഫോട്ടോയിലോ അതായത് പിക്ചേഴ്സിലോ ആൽബത്തിലോ വെക്കേണ്ട ആവശ്യമില്ല, മൊബൈലിലും വെക്കേണ്ട ആവശ്യമില്ല. ഓരോ പിക്ചേഴ്സും നോക്കുക, ഓരോ ആൽബവും നോക്കുക, അത് നിങ്ങൾക്കൊരു പോസിറ്റീവ് അപ്ലിഫ്റ്റ്മെൻ്റ് ആണോ തരുന്നത്, അതൊരു ആവശ്യമില്ലാതെ പണ്ടത്തെ ഒരു ഓൾഡ് മെമ്മറിയിലേക്കാണോ കൊണ്ടുപോകുന്നത്, ഒരാവശ്യമില്ലാത്ത ഒരു തരം ഓവർ തിങ്കിങ്ങിലേക്കാണോ കൊണ്ടുപോകുന്നത്, നിങ്ങൾ കറക്റ്റായിട്ട് അനലൈസ് ചെയ്യാം. അത് അൺവാണ്ടഡ് ആണെങ്കിൽ മസ്റ്റായിട്ടും ആ പിക്ചേഴ്സ് മുഴുവൻ ഡിലീറ്റ് ചെയ്ത് കളയാം. ഓക്കെ, അതിനുശേഷം നിങ്ങളുടെ അനാവശ്യമായിട്ടുള്ള ഹാബിറ്റുകൾ, ഇപ്പോൾ ഒരുപാട് നിങ്ങൾ പുറത്തുനിന്ന് ഭക്ഷണം കഴിക്കുന്ന ആളാണ്, ജങ്ക് ഫുഡ് കഴിക്കുന്ന ആളാണ്, സമയം തെറ്റി ഭക്ഷണം കഴിക്കുന്ന ആളാണ്, മനസ്സ് കൃത്യമായിട്ട് വെക്കാറില്ല, സ്ലീപ്പ് സൈക്കിൾ തെറ്റാണ്, സ്ലീപ്പിംഗ് പാറ്റേൺ തെറ്റാണ്, ഇതെല്ലാം നിങ്ങളുടെ നെഗറ്റീവ് എനർജിക്ക് കോൺട്രിബ്യൂട്ട് ചെയ്യുന്നുണ്ട്, മറക്കരുത്. കേൾക്കുമ്പോൾ എത്ര സിമ്പിളാണ് അല്ലേ, സ്ലീപ്പ് സൈക്കിൾ, ഫുഡ് ഹാബിറ്റ് എന്നൊക്കെ പറയുമ്പോൾ പലരും ശ്രദ്ധിക്കാത്ത കാര്യമാണ്. മാനിഫെസ്റ്റേഷൻ വേണം, എനിക്ക് പോസിറ്റീവായിട്ടുള്ള ലൈഫ് എനർജി വേണം എന്നൊക്കെ പറയുമ്പോൾ സിമ്പിൾ കാര്യങ്ങളാണ്. അത് വിട്ടിട്ട് വലിയ വലിയ കാര്യങ്ങൾ ഫോക്കസ് ചെയ്യും. ഈ അഫർമേഷൻസ് ഒരു കാര്യമില്ല, ഉപകാരപ്പെടില്ല, എന്നാലും അവരുടെ ഫോക്കസ് ചെയ്യും. അല്ലെങ്കിൽ വലിയ വലിയ ടെക്നിക്ക്, പുതിയ പുതിയ മാനിഫെസ്റ്റേഷൻ ടെക്നിക്സ്, എന്തിൻ്റെ ആവശ്യമാണ്? ആദ്യം നിങ്ങളെ ശുദ്ധീകരിക്കുക, ക്ലെൻസ് ചെയ്യുക, എന്നിട്ട് മാത്രമേ പുതിയ എനർജി തരുന്ന കാര്യങ്ങൾ ചെയ്തിട്ട് പ്രയോജനമുള്ളൂ. ഓക്കെ, സോ ഈ പറഞ്ഞൊരു ക്ലെൻസിങ് മെത്തേഡ് നിങ്ങൾ ഇതിനു മുൻപ് ലൈഫിൽ ആക്ച്വലി എല്ലാ വർഷവും എല്ലാ മനുഷ്യരും ചെയ്യേണ്ട ഒരു നോർമൽ സാധനമാണ് ഈ ക്ലെൻസിങ് എന്ന് പറയുന്നത്. നിങ്ങൾ ഇതുവരെ ചെയ്തിട്ടുണ്ടെങ്കിൽ ചെയ്യാം. ഞാൻ ഈ പറഞ്ഞ ആവശ്യമില്ലാത്ത ആൾക്കാരെ, പണ്ടത്തെ മെമ്മറികളെ, പണ്ടത്തെ ഓരോരോ ഒബ്ജക്ട്സ് ഉണ്ടാവും, പലരും ഗിഫ്റ്റ് ചെയ്ത സാധനങ്ങൾ, പലരുടെയും ഓർമ്മ വെക്കുന്ന കാര്യങ്ങൾ, അതിനെ മുഴുവൻ എടുത്ത് റിമൂവ് ചെയ്യാം. ഫസ്റ്റ് പ്യൂരിഫൈ. എന്നിട്ട് കുറച്ച് സമയം നിങ്ങൾക്ക് അനുവദിക്കുക. ഈവൻ ഇൻക്ലൂഡിങ് യുവർ ഓൾഡ് ക്ലോത്ത്സ്. 10-15 വർഷമായിട്ട് അല്ലെങ്കിൽ 8-10 വർഷം 5 വർഷമായിട്ട് പഴയ ക്ലോത്ത്സ് ആണ് ഇപ്പോഴും നിങ്ങൾ ഇട്ടുകൊണ്ടിരിക്കുന്നതെന്നുണ്ടെങ്കിൽ അതിനെയും ഉപേക്ഷിച്ചിരിക്കണം. എല്ലാം മെമ്മറി ക്യാരി ചെയ്യുന്നുണ്ട്, എല്ലാത്തിലും ഓരോരോ ഇത്തരം എനർജികൾ കണ്ടെയ്ൻ ചെയ്യുന്നുണ്ട്, അതിനെ ഉപേക്ഷിക്കുക. ശേഷം ഒരു 2 ആഴ്ച അനുവദിക്കുക. കാരണം നിങ്ങളുടെ ഇമോഷൻസിന് അത് പ്രോസസ്സ് ചെയ്യാൻ കുറച്ച് സമയം വേണം. മനസ്സിന് ആ ഓൾഡ് പാറ്റേൺ ഉപേക്ഷിച്ചുകൊണ്ട് അതൊരു രീതിയിലാണ് അബ്സോർബ് ചെയ്തത്, അത് മുഴുവൻ ഉപേക്ഷിച്ച് ഒരു പുതിയ പാറ്റേണിലേക്ക് കടക്കാൻ അതിന് കുറച്ച് സമയം അനുവദിക്കണം. സോ ഒരു 2 ആഴ്ച ഈ പ്രോസസ്സ് കഴിഞ്ഞ ശേഷം ഒന്ന് അനുവദിക്കുക, ഒന്ന് പീസ്ഫുള്ളായിട്ട് മനസ്സിനെ വെറുതെ വിടുക. ഇവിടെ ആയിരിക്കും പല നെഗറ്റീവ് ഇമോഷൻസ്, അതായത് നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ച ഇമോഷൻസ് എല്ലാം പുറത്ത് വരിക. അത് ചിലപ്പോൾ കരച്ചിലായിട്ട് വരാം, വിഷമങ്ങളായിട്ട് വരാം, ചിലപ്പോൾ ഒരുപാട് ദേഷ്യമായിട്ട് വരാം, നമുക്കറിയില്ല. എന്തൊക്കെയാണോ നിങ്ങൾ സപ്രസ് ചെയ്ത് വെച്ചിരിക്കുന്നത് അത് മുഴുവൻ പുറത്ത് വരും. ഇതോടെ നിങ്ങൾ ആ ക്ലെൻസിങ് എന്ന് പറഞ്ഞ ആദ്യത്തെ സ്റ്റെപ്പ് ഫുള്ളി കംപ്ലീറ്റ് ആയി. ഞാൻ വളരെ ഡീറ്റെയിൽ ആയിട്ടാണ് പറഞ്ഞത്, നിങ്ങൾക്കൊരു കൺഫ്യൂഷൻ വരണ്ടെന്ന് പറഞ്ഞ് ഡീറ്റെയിൽ ആയിട്ടാണ് ഞാൻ പറഞ്ഞത് എങ്ങനെ ക്ലെൻസിങ് ചെയ്യണമെന്ന് തെറ്റിക്കരുത്. ഓക്കെ, ഇത് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ ക്ലെൻസിങ് എന്ന പരിപാടി, ശുദ്ധീകരണം, അതായത് എനർജിക്ക് മുൻപുള്ള ആ ഒരു ക്ലെൻസിങ് പരിപാടി മൊത്തത്തിൽ അവസാനിച്ചു കഴിഞ്ഞു. ഇനിയാണ് നമ്മൾ 2ാമത്തെ സ്റ്റെപ്പിലേക്ക് പ്രവേശിക്കുന്നത്. 2ാമത്തെ സ്റ്റെപ്പാണ് ലേയിങ് ദ ഫൗണ്ടേഷൻ ഓഫ് ന്യൂ പാറ്റേൺ.
ഓൾഡ് എനർജി പോയി. ഇനി പുതിയ എനർജി, ഈ പോസിറ്റീവ് എനർജി നമ്മൾ ഇൻവൈറ്റ് ചെയ്യാൻ വേണ്ടിയിട്ട് മനസ്സിനൊരു പാറ്റേൺ കൊടുക്കണം. പാറ്റേൺ ഇല്ലാതെ മനസ്സൊരിക്കലും വർക്കാവില്ല. അത് ബാഡ് ഹാബിറ്റ് ആണെങ്കിലും ഗുഡ് ഹാബിറ്റ് ആണെങ്കിലും അതിനൊരു പാറ്റേൺ വേണം, അതിനൊരു സൈക്കിൾ വേണം, ഒരു ഓർഡർ വേണം. അതില്ലാതെ ഒരിക്കലും മനസ്സ് വർക്കാവില്ല, എസ്പെഷ്യലി സബ് കോൺഷ്യസ് മൈൻഡ്. ഓക്കെ, അപ്പോൾ നമ്മളിവിടെ ആദ്യമായിട്ട് യൂണിവേഴ്സിൽ നിന്നും എനർജി ഇൻവൈറ്റ് ചെയ്യുന്നതിന് മുൻപ് നമ്മൾ അടിത്തറ എന്ന് പറയുന്ന പോലെ ഒരു പ്രിപ്പറേഷൻ കൊടുക്കണം. എങ്ങനെയാണ് ചെയ്യാൻ പറ്റുക? 2 ആഴ്ച നിങ്ങൾ ലെറ്റ്ഗോന് ക്ലെൻസിങ്ങിന് വേണ്ടി ഉപയോഗിച്ചില്ലേ, അടുത്ത 2 ആഴ്ച പുതിയ നോളേജിന് വേണ്ടി ഇൻവെസ്റ്റ് ചെയ്യുക. കഴിയുമെങ്കിൽ ഒരു നല്ല പുസ്തകം എടുത്ത് വായിക്കുക. ഏതെങ്കിലും പുസ്തകമല്ല, നിങ്ങൾക്ക് നല്ലൊരു ഗുഡ് ഹാബിറ്റ് തരുന്ന, മനസ്സിനൊരു കുളിർമ നൽകുന്ന, അല്ലെങ്കിൽ ഈ ലെറ്റ്ഗോനെ കുറച്ചുകൂടി ഈസി ആക്കാൻ സഹായിക്കുന്ന നിങ്ങൾക്ക് ഇഷ്ടമുള്ള ഏതെങ്കിലും പുസ്തകം എടുത്ത് വായിക്കുക. അല്ലെങ്കിൽ ഇവിടെ തന്നെയുള്ള വീഡിയോസ് ഉണ്ട്, നിങ്ങൾ ഇതുവരെ ഒന്നും കേട്ടിട്ടില്ലെങ്കിൽ ഇവിടെയുള്ള ആ വീഡിയോസ് മുഴുവൻ ഒറ്റ ഇരിപ്പ് നിങ്ങളുടെ കേട്ട് തീർക്കുക. അല്ലെങ്കിൽ 1, 2, 3 ദിവസം എടുത്ത് 2 ആഴ്ച സമയമുണ്ട്. 2 ആഴ്ച എടുത്ത് നിങ്ങളുടെ മനസ്സിനെ റീപ്രോഗ്രാം ചെയ്യുക. പുതിയ ഹാബിറ്റുകൾ, പോസിറ്റീവായിട്ടുള്ള അപ്രോച്ചുകൾ, മൈൻഡ് സെറ്റിനെ കുറച്ചുകൂടെ ഒന്ന് ഒപ്റ്റിമിസത്തോടെ, ഒന്നിനും ഒരു നെഗറ്റീവായിട്ട് കാണാതെ, ഒരു സാഡായിട്ട് കാണാതെ, എപ്പോഴും എനിക്ക് കിട്ടുമോ എന്നൊരു കോൺഫിഡൻസ് ഇല്ലാതെ കാണാതെ, ഒന്ന് അതിനെ ഷിഫ്റ്റ് ചെയ്യാൻ സഹായിക്കുന്ന പുതിയ നോളേജുകൾ മനസ്സിന് കൊടുക്കുക. നിങ്ങളുടെ ഇഷ്ടം, അത് പുസ്തകമാവാം, വീഡിയോ ആവാം. ഐ എം ജസ്റ്റ് മീനിങ് യു ഹാവ് ടു ഗിവ് ന്യൂ നോളേജ്. എന്നാലേ അത് പുതിയ പാറ്റേൺ ഫോം ചെയ്യുള്ളൂ. മനസ്സിന് എന്തെങ്കിലും വേണം പാറ്റേൺ ഫോം ചെയ്യാൻ. ആ ഡേറ്റയാണ് നിങ്ങൾ ഇതുവഴി കൊടുക്കുന്നത്. ഓക്കെ, ഇങ്ങനെ ഒരു 2 ആഴ്ച കൊടുക്കുക. ഈവൻ ഇവിടുത്തെ വീഡിയോസ് റിപ്പീറ്റ് ചെയ്ത് കണ്ടാലും ഇറ്റ്സ് ഫൈൻ. കാരണം സബ് കോൺഷ്യസ്ലി ഇവിടുത്തെ വീഡിയോ നിങ്ങൾ 10 പ്രാവശ്യം കണ്ടാലും 10 പുതിയ കാര്യങ്ങളാണ് പഠിക്കുക. അങ്ങനെയാണ് ഇവിടുത്തെ ഓരോ വീഡിയോയും ഡിസൈൻ ചെയ്തിരിക്കുന്നത്, ആക്സിഡൻ്റൽ അല്ല. ഇങ്ങനെയും ചെയ്യാം. 2 വീക്സ് ഫുള്ളി കമ്മിറ്റ് ചെയ്യുക, ഒരു ദിവസം പോലും മുടങ്ങാതെ. അവിടെ നമ്മൾക്കൊരു പുതിയ ഫൗണ്ടേഷൻ ക്ലിയർ ആവും. ആ ഒരു യൂണിവേഴ്സിൽ നിന്നും പോസിറ്റീവ് എനർജിയെ, പുതിയ എനർജി ഇൻവൈറ്റ് ചെയ്യാനുള്ള ഒരു ഫൗണ്ടേഷൻ അവിടെ പ്രിപ്പയർ ആയി കഴിഞ്ഞു. ഇത് 2 ആഴ്ച ചെയ്ത് കഴിഞ്ഞാൽ ഓൾറെഡി 30 ദിവസം എടുത്ത് നിങ്ങൾ ക്ലെൻസിങ്ങും കഴിഞ്ഞു, ഒരു ഫൗണ്ടേഷനും ലേ ഡൗൺ ചെയ്ത് കഴിഞ്ഞു. ഇനിയാണ് യൂണിവേഴ്സിൽ നിന്നും ഇൻവൈറ്റ്, അതായത് പുതിയ എനർജി ക്ഷണിക്കേണ്ടത്. എഗെയിൻ ദിസ് ഇസ് എ വെരി സിമ്പിൾ ടെക്നിക്. ഒന്നില്ലെങ്കിൽ ഈവനിങ് ടൈം തിരഞ്ഞെടുക്കുക, സന്ധ്യാസമയം. അല്ലെങ്കിൽ ഞാൻ എപ്പോഴും പറയുന്ന പോലെ രാത്രി തിരഞ്ഞെടുക്കുക. സബ് കോൺഷ്യസ് മൈൻഡ് വളരെ റെസെപ്റ്റീവ് ആയിട്ടുള്ള, ഒരുപാട് ഓപ്പൺ ആയിട്ട് നിൽക്കുന്ന രാത്രി സമയം തിരഞ്ഞെടുക്കുക. എന്നിട്ട് ആരും നിങ്ങളെ ഡിസ്റ്റർബ് ചെയ്യാൻ പാടില്ല. മൊബൈൽ മാറ്റി വയ്ക്കുക, നോട്ടിഫിക്കേഷൻസ് ഉണ്ടാകാൻ പാടില്ല, മ്യൂസിക് ഉണ്ടാകാൻ പാടില്ല, ഒന്നും ഉണ്ടാകാൻ പാടില്ല. ജസ്റ്റ് ഗോ ടു ദ ഓപ്പൺ സ്കൈ ആൻഡ് സെൻഡ് എ സ്പെസിഫിക് റിക്വസ്റ്റ്. ഇത് ചുമ്മാ എന്തെങ്കിലും എന്ന് പറയല്ല, ക്ലിയർ കട്ടായിട്ട് നിങ്ങൾ എന്തൊക്കെ ലെറ്റ് ഗോ ചെയ്തു, നിങ്ങളുടെ പാസ്റ്റിൽ നിങ്ങളിപ്പോൾ ഈ ഒരു പ്രോസസ്സിലൂടെ എന്തെല്ലാം നിങ്ങൾ ഉപേക്ഷിച്ചു, എന്തെല്ലാം മെമ്മറികൾ നിങ്ങൾ വേണ്ടാന്ന് വെച്ചു, ഏതൊക്കെ വ്യക്തികളെ നിങ്ങൾ വേണ്ടാന്ന് വെച്ചു, അതാദ്യം പറയാം. രണ്ടാമത്, നിങ്ങൾ ഏത് തരത്തിലുള്ള ഷിഫ്റ്റാണ് പ്രതീക്ഷിക്കുന്നത്. ഗോൾസ് പറയരുത്, ഡിസയേഴ്സ് പറയരുത്. മെൻ്റലി ഇമോഷണലി നിങ്ങൾ എങ്ങനെ ജീവിക്കാനാണ് ആഗ്രഹിക്കുന്നത് അത് പറഞ്ഞാൽ മതി. ഡു യു വാണ്ട് ടു ബി പീസ്ഫുൾ? ഡു യു വാണ്ട് ടു ബി ലവിങ്? ഡു യു വാണ്ട് ടു ബി ഹാപ്പി? ഇമോഷണലി നിങ്ങൾക്ക് എങ്ങനെയാണ് ഫീൽ ചെയ്യേണ്ടത് അതാണ് പറയേണ്ടത്. എങ്ങനെയാണ് നിങ്ങളുടെ ലൈഫിലെ സിറ്റുവേഷൻസ് ഭാവിയിൽ മാറേണ്ടത്? എങ്ങനെയാണ് നിങ്ങൾ ജീവിക്കാൻ ആഗ്രഹിക്കുന്നത്? മുമ്പിൽ ദൈവം പ്രത്യക്ഷപ്പെട്ടാൽ നിങ്ങൾ എങ്ങനെയാണോ പറയുന്നത് അതേപോലെ യൂണിവേഴ്സിന് കൊടുക്കുക. നമ്മളൊരു പാറ്റേൺ വെറുതെ ഉണ്ടാക്കിയതല്ല, ഈ പാറ്റേൺ തന്നെയാണ് യൂണിവേഴ്സിന് കൊടുക്കുന്നത്. വി ആർ ഗിവിങ് എ ഡേറ്റ ടു ദ യൂണിവേഴ്സ്. ഓക്കെ, ഇതിലൂടെ നിങ്ങൾക്കൊരു സറണ്ടറിങ് ഫീൽ ചെയ്യും. നിങ്ങൾ പലരും അറിയാതെ ചെയ്തിട്ടുണ്ട്. ഞാൻ എപ്പോഴും പറയുന്ന പോലെ നിങ്ങൾ പലരും ഈ ടെക്നിക്ക് അറിയാതെ ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട്. അതിവിടെ കുറച്ചുകൂടെ ഒന്ന് സ്ട്രക്ചേർഡ് ആയിട്ട് പെർഫെക്റ്റ് ആയിട്ട് ചെയ്യാം. പലർക്കും അൺയൂഷ്വലായിട്ട് തോന്നും, പക്ഷേ ഇതാണ് വർക്കാവുന്ന വഴി. ഓക്കെ, ഇത് കറക്റ്റായിട്ട് പ്രസൻറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെ നിങ്ങൾക്കറിയാത്തൊരു പീസ്ഫുൾനെസ് വരും. മനസ്സ് പെട്ടെന്ന് ശാന്തമാവും. ഇമോഷൻസ് അജിറ്റേറ്റ് ആവാതെ എന്തോ ഒരു ഭാരം പോയ പോലെ, പെട്ടെന്ന് നിങ്ങൾ ആരോ പ്രൊട്ടക്റ്റ് ചെയ്യുന്ന പോലെ, നിങ്ങൾക്കിനി അങ്ങോട്ട് വഴികാട്ടാൻ ഏതൊരു ശക്തിയുള്ള കോൺഫിഡൻസ് വരും. അതെന്താണെന്ന് നിങ്ങൾ ചൂണ്ടിക്കാണിക്കാൻ സാധിക്കില്ല, ബട്ട് യു വിൽ ഫീൽ ദാറ്റ് കോൺഫിഡൻസ്. ഈ കോൺഫിഡൻസ് ഉണ്ടല്ലോ, ഈ ഒരു ഹാപ്പി ഇമോഷനില്ലേ, ഈ ഒരു കൺഫർമേഷനില്ലേ, അത് റിസീവ് ആകുന്നവരെ നിങ്ങളിത് റിപ്പീറ്റ് ചെയ്യണം. ഇവിടെ 2 ആഴ്ച 3 ആഴ്ച എന്നൊന്നുമില്ല. പലർക്കും ഒരു ദിവസത്തിൽ ഇത് കംപ്ലീറ്റ് ആവും. മറ്റു ചിലർക്ക് 2 ദിവസം 3 ദിവസമോ ചിലപ്പോൾ വിടണോ ഇത്ര ടൈം കഴിഞ്ഞിട്ടായിരിക്കും നടക്കുക. ആ ഒരു ഇൻറ്റേർണലി ആ ഒരു സാറ്റിസ്ഫാക്ഷൻ ഫീൽ ചെയ്യാം. അതുവരെ നിങ്ങളിത് ചെയ്യണം. വൺസ് അത് ഫീൽ ആയി കഴിഞ്ഞാൽ പിന്നെ തിരിഞ്ഞ് നോക്കരുത്.
കാരണം ഇത് സക്സസ്ഫുൾ ആയതിനു ശേഷമാണ് പലരുടെ ലൈഫിലും പുതിയ ഷിഫ്റ്റുകൾ ആരംഭിച്ചിരിക്കുന്നത്. പെട്ടെന്ന് അവർ വീട്ടിൽ നിന്ന് പുറത്തേക്ക് മൂവ് ചെയ്യും. ഏതൊരു ജോബ് ഓപ്പർച്യൂണിറ്റി ആയിരിക്കും, അല്ലെങ്കിൽ ഒരു സിറ്റുവേഷൻ ആയിരിക്കും, പെട്ടെന്ന് അവർക്ക് ആ പ്ലേസിൽ നിന്ന് ഷിഫ്റ്റ് ചെയ്യേണ്ടതായിട്ട് വരും. ഒരു പുതിയ ഓപ്പർച്യൂണിറ്റിയിലേക്ക് പോകും, ഒരു പുതിയ സർക്കിളിലേക്ക് പോകും. അവരുടെ വൈബ്രേഷൻ ഒരു 30 ആണെങ്കിൽ 50-60 ഉള്ളൊരു ഹൈ വൈബ്രേഷൻ പ്ലേസിലേക്ക് അവർ പോകും. അവിടെ അവർ കലക്കി ആ പ്ലേസിൻ്റെ വൈബ്രേഷൻ അവർ ബീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ, അതിനെ ക്രോസ് ചെയ്ത് കഴിഞ്ഞാൽ ഇതിനടുത്ത സ്റ്റെപ്പിലേക്ക് പോകും. ഞാൻ ഇതിനെക്കുറിച്ചിട്ട് വീഡിയോയിൽ പറഞ്ഞിട്ടുണ്ട്. ഇങ്ങനെയാണ് നിങ്ങൾക്ക് ലൈഫിനെ പ്രോഗ്രസ് ചെയ്യാൻ സാധിക്കുക. ഇങ്ങനെയാണ് അപ്ഗ്രഡേഷൻ കൊണ്ടുവരാൻ സാധിക്കുക. ഈ അപ്ഗ്രഡേഷൻ യൂണിവേഴ്സിൽ നിന്ന് ഇൻവൈറ്റ് ചെയ്യുന്നതും ഇപ്പോൾ ഞാൻ എക്സ്പ്ലെയിൻ ചെയ്ത കറക്റ്റ് സിസ്റ്റമിലൂടെ മാത്രമാണ്. റാൻഡമായിട്ട് ഇത് സംഭവിക്കില്ല. ഇപ്പോൾ പലരും ഞാൻ പറഞ്ഞ യൂണിവേഴ്സിനോട് റിക്വസ്റ്റ് ഒക്കെ ചെയ്തിട്ടുണ്ടാകും. പക്ഷേ ആ സ്ട്രക്ചർ കൊടുത്താൽ മാത്രമേ, ഒരു ഡേറ്റ് കൊടുത്താൽ മാത്രമേ ഒരു സ്പെസിഫിക് ടൈം പീരീഡിനുള്ളിൽ ഇത് കംപ്ലീറ്റ് ചെയ്യാൻ സാധിക്കുള്ളൂ. ക്ലിയർ? അപ്പോൾ ഇത് നിങ്ങൾ കഴിയുന്നതും ഇന്ന് രാത്രി തന്നെ ഒന്ന് ട്രൈ ചെയ്യാൻ നോക്കുക. അല്ലെങ്കിൽ എപ്പോഴാണോ കേൾക്കുന്നത് ആ ദിവസം ഒന്ന് ട്രൈ ചെയ്യുക. നിങ്ങൾക്ക് എന്തായാലും അതിൻ്റെ റിസൾട്ട് ഫീൽ ചെയ്യാൻ സാധിക്കും.